ഇവിടെ ഞാൻ അഹങ്കാരം പറയല്ല കേട്ടോ, നമ്മുടെ കൻ്റോൺമെൻറ്റ് പോലീസ് സ്റ്റേഷന് മുമ്പിൽ ഒരു വലിയ ആല് നിൽപ്പുണ്ട്. കൻ്റോൺമെൻറ്റ് പോലീസ് സ്റ്റേഷൻ ആ റോഡെന്ന് പറയുന്നത്, കൻ്റോൺമെൻറ്റ് റോഡെന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റിനും AG's ഓഫീസിനും ഇടയ്ക്കുള്ള റോഡാണല്ലോ. ഈ അറസ്റ്റ് ചെയ്തൊക്കെ ആളെ കൊണ്ട് നിർത്തുന്ന സ്ഥലമാണ് അവിടെ. അപ്പോൾ ആ റോഡിന് വീതി കൂട്ടി, കാരണം AG ആയിട്ടൊന്ന് സ്ഥലം കിട്ടിയാൽ മതി. അങ്ങനെ വീതി കൂട്ടി വന്ന് ഈ പോലീസ് സ്റ്റേഷൻ വളഞ്ഞിങ്ങനെ പുന്നൻ റോഡിലേക്ക് വരുന്ന സ്ഥലത്താണ് ഈ ആൽമരം നിൽക്കുന്നത്. അപ്പോൾ ഒരു സെക്കൻഡ് സാറ്റർഡേ ഞാനന്ന് ഹോം സെക്രട്ടറി ആയിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ സെക്കൻഡ് സാറ്റർഡേ ഫയലുകൾ ഒരുപാടുള്ളതുകൊണ്ട് ഞാൻ സാറ്റർഡേ ഉച്ചവരെ പോയിരുന്നു ഫയൽ തീർക്കുക, കാരണം ഇതിലേക്ക് തിങ്കളാഴ്ച പിന്നെ മീറ്റിംഗ് ആകുമല്ലോ. അപ്പോൾ ഒരു സെക്കൻഡ് സാറ്റർഡേ ഞാനിതുപോലെ ഒരു മുണ്ടൊക്കെ കൊടുത്ത് പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഭയങ്കര ആൾക്കൂട്ടം ഈ ആലിൻ്റെ ചുറ്റും, പോലീസ് സ്റ്റേഷൻ്റെ ചുറ്റും. ഞാനിങ്ങനെ വണ്ടി ഒന്ന് നിർത്തി നോക്കിയപ്പോൾ ഇവനെ വാളൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ് ഈ മരം മുറിക്കാൻ. അപ്പോൾ ഞാൻ അകത്ത് ചെന്നിട്ട് പോലീസ് സ്റ്റേഷൻ വിളിച്ചു, അവിടെ എന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പോൾ സാർ ഈ മരം മുറിക്കാൻ ടെൻഡറായിരിക്കുകയാണ്, PWD വീതി കൂട്ടി തടസ്സമായി നിൽക്കുന്ന ഈ മരം മുറിക്കാൻ ടെൻഡർ കൊടുത്തിരിക്കുകയാണ്, അതിൻ്റെ ആൾക്കാർ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ അന്നത്തെ ടോം ജോസ് ആണെന്ന് PWD സെക്രട്ടറി. അപ്പോൾ ഞാൻ പറഞ്ഞു, ടോം ജോസ് ഇതൊരു റിക്വസ്റ്റ്, ദിസ് ഇസ് എൻ ഓർഡർ, ആ മരം അവിടെ നിർത്തണം, ആലോചിച്ചിട്ട് മുറിച്ചാൽ മതി. അല്ല സാർ അത് പാർക്കിങ്ങിന് മറ്റേ റോഡ് വൈഡനിങ്ങിന് തടസ്സമാണ് മറ്റേതാണ്. ഞാൻ പറയും റോഡ് വൈഡനിങ് അവിടെ നിൽക്കട്ടെ, നിങ്ങൾക്ക് ഈ വീതിയിൽ ഈ റോഡിൻ്റെ സൈഡിൽ പാർക്ക് ചെയ്യാം, ഈ മരം മുറിച്ചിട്ട് നിങ്ങൾക്ക് അവിടെ ഒന്നും നേടാനില്ല. ആ പോലീസ് സ്റ്റേഷനും പിന്നെ വെയിലത്താവും, അവിടെ വന്നിരിക്കുന്ന ആളുകളും വെയിലത്താവും. സെക്രട്ടേറിയറ്റ് അലങ്കാരമാണ് ആ മരം. നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമൊക്കെ നമുക്ക് നാളെ മുഖ്യമന്ത്രിയോട് സംസാരിച്ചിട്ട് തീരുമാനിക്കാം, ബട്ട് ടുഡേ യു സ്റ്റോപ്പ് ഇറ്റ്. അങ്ങനെ നിർത്തി, പിന്നെ അത് കുറിച്ചില്ല. ഇപ്പോഴും ഞാൻ ആൽമരത്തിനോട് പറയും, ഞാനാണ് കേട്ടോ, അതിലേ പോകുമ്പോൾ ഞാൻ പറയാം, അറിയോ നമ്മളാണ് നിന്നെ നിർത്തിയിരിക്കുന്നത്. ചുമ്മാ രസത്തിന് ഇങ്ങനെ ഐ ഫീൽ ഇമ്മൻസ്ലി ഹാപ്പി. ഒരു കൊച്ചു കാര്യം, ഞാനോട് അങ്ങനെ അധികം പറഞ്ഞിട്ടില്ല കാര്യം. പക്ഷേ അന്ന് ഞാനങ്ങനെ പോകാതിരുന്നെങ്കിൽ തിങ്കളാഴ്ച നമ്മൾ ഓഫീസിൽ പോകുമ്പോൾ മരുഭൂമി പോലെയാണ്, നമ്മൾ തകർന്നു പോകും. ഇവിടെ പുളിമരം മുറിച്ചപ്പോഴും ഞാൻ തകർന്നു പോയി. ഇത് പറഞ്ഞ പോലെ ഈ ഒരു അവബോധം നമുക്കുണ്ടാവണം. എനിക്കന്നത് ചെയ്യാൻ സാധിച്ചത് ഒരു വലിയ ഗുരുത്വമായിട്ട് ഞാൻ കരുതുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഓരോ പ്രവൃത്തിയിലും ഒരു ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ജനിച്ച മരമല്ലേ അത്. എന്നാലും ഞാൻ പറയും, അപ്പോൾ എന്നോട് പറയുന്നതല്ലേ, ഞാനാണ് കേട്ടോ. അത് സന്തോഷമുള്ളൊരു കാര്യമാണത്. ഒരുപക്ഷേ ഭരണതലത്തിൽ ഇത്തരം താല്പര്യങ്ങൾ, സെൻസിറ്റിവിറ്റീസ് വേണം. നമുക്ക് വേണ്ടിയിട്ടല്ല. ഇപ്പോൾ അമരൊന്നുകൊണ്ട് എനിക്ക് വല്ല പ്രയോജനമുണ്ട്, ഞാനത് മുന്നോട്ടുള്ളതും പോയിരിക്കുന്നില്ല. പക്ഷേ നമുക്ക് ഈ ഒരു പാരിസ്ഥിതിക അവബോധം, ഒരു പൊതുജീവിത അവബോധം ഒക്കെ വേണം. അല്ല ഞാനവിടെ ഉദ്യോഗത്തിലിരിക്കുന്ന എനിക്ക് വേണ്ടി ആവരുത്. എനിക്ക് വേണ്ടി എൻ്റെ കാര്യം ഗവൺമെൻറ് നോക്കിക്കോളും, കൃത്യമായിട്ട് ശമ്പളം തന്നോളും, എല്ലാം തന്നോളും. ഇത് വേണം. ഇത് എല്ലാ പൊതുപ്രവർത്തകർക്കും ഇത് വേണ്ടതാണ്. അപ്പോൾ വികസനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഒരു ഡിസ്കോഴ്സിലൊക്കെ തന്നെ പതുക്കെ ഇത് വരണം. നിങ്ങളെ ദാരിദ്ര്യത്തിലിടാൻ വേണ്ടിയിട്ടല്ല, നമുക്ക് നമ്മുടെ പിൻതലമുറകൾക്ക് ജീവിക്കണമെങ്കിൽ ഈ ഭൂമി വേണം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.